നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ഗ്ലോബൽ ഫാമിലി ഡേനെ കുറിച്ചാണ്. 2024 ജനുവരി 1 നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാ പുതിയ വർഷവും ആദ്യത്തെ ഡേ, അതായത് ജനുവരി 1 ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇത് വേൾഡ് യൂണിറ്റിക്ക് ഒരു പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സെലിബ്രേഷൻ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വേൾഡ്, അതായത് എൻറ്റയർ വേൾഡിനെ നമ്മളൊരു ഫാമിലി ആയിട്ട് കണക്കാക്കുകയാണ്. അവരുടെ സിറ്റിസൺഷിപ്പോ ബോർഡറോ റേസോ ഒന്നും ഇല്ലാതെ തന്നെ എൻറ്റയർ വേൾഡ് ഒരു ഫാമിലി ആയിട്ട് കണക്കാക്കുക. ആ ഒരു ഐഡിയ ആണ് ഈ ഡേയുടെ സെലിബ്രേഷനിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 1997 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി വേൾഡിന്റെ പല ഭാഗത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഡീക്കേഡ്, അതായത് കൾച്ചർ ഓഫ് പീസ് ആൻഡ് നോൺ വയലൻസ്, സമാധാനത്തിന്റെയും അഹിംസയുടെയും ഒരു ഇന്റർനാഷണൽ ഡീക്കേഡ് സെലിബ്രേറ്റ് ചെയ്യുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ വർഷം തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ പീസിന് വേണ്ടി അല്ലെങ്കിൽ പീസുമായി ബന്ധപ്പെട്ട ഒരു ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പൊ 1999 UN എല്ലാ മെമ്പർ സ്റ്റേറ്റ്സിനോടും ഇതുപോലെ അവരുടെ ഒരു പർട്ടിക്കുലർ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഡേ ഇങ്ങനെ ഒരു പീസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് വേണ്ട ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ഡേ വേണം, സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. 2001 UN ആനുവൽ ഇവന്റില് ഗ്ലോബൽ ഫാമിലി ഡേ ഡിക്ലെയർ ചെയ്തു. അപ്പൊ അതിനുശേഷം UN മെമ്പർ സ്റ്റേറ്റ്സ് എല്ലാം തന്നെ അവരുടെ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഡേ, അതായത് 1 ജനുവരി എന്ന് പറയുന്നത് ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഗ്ലോബൽ ഫാമിലി ഡേയുടെ മറ്റൊരു പേര് എന്ന് പറയുന്നത് വേൾഡ് പീസ് ഡേ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ്, NCDFI. അപ്പൊ ഇത് ന്യൂസിൽ വരാൻ കാരണം വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള അമിത് ഷാ ഗാന്ധിനഗറിലുള്ള NCDFIയുടെ പുതിയൊരു ഓഫീസ് ബിൽഡിങ്ങിന് തറക്കല്ലിട്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് NCDFI ന്യൂസിൽ വന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് നോക്കാം. ആനന്ദിലാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. ആനന്ദ് എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു അപെക്സ് ഓർഗനൈസേഷൻ ആണ്. കോപ്പറേറ്റീവ് ഡയറി സെക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു അപെക്സ് ഓർഗനൈസേഷൻ ആണ്. ഇതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുമുള്ള ഫെഡറൽ ഡയറി കോപ്പറേറ്റീവ്സ് ആണ് NCDFIയിലെ മെമ്പേഴ്സ്. അപ്പൊ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡയറി കോപ്പറേറ്റീവ്സിന്റെ വർക്കിംഗ് കൃത്യമായിട്ടുള്ള കോർഡിനേഷനിലൂടെയാണ് നടക്കുന്നത്. അത് കൃത്യമായിട്ട് നെറ്റ്വർക്കിംഗ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ഇത് മുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ NCDFI ഡിസംബർ 7, 1970 ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പിന്നീട് ഇതിന്റെ ഒരു ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് UT ആയിട്ടുള്ള ന്യൂഡൽഹിയിലേക്ക് മാറ്റി. പക്ഷെ 1986 ഡിസംബറിൽ ഒരു ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് NCDFIനെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിൽ നിന്ന് ആനന്ദിലേക്ക് മാറ്റി, അതായത് ഗുജറാത്തിലുള്ള ആനന്ദിലേക്ക് മാറ്റി. ഈ ആനന്ദിന് ഒരു പ്രത്യേകതയുണ്ട്. ആനന്ദ് അറിയപ്പെടുന്നത് മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി കാണും എന്താണ് ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് എന്നുള്ളത്. കൂടുതൽ ഡയറി പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഏരിയയാണ് ആനന്ദ് എന്ന് പറയുന്നത്. സോ ഇപ്പോ NCDFIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ആനന്ദാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് SNC എന്ന് പറയുന്നത് സദേൺ നേവൽ കമാൻഡ് ആണ്. അതിന്റെ ചീഫായിട്ട്, അതിന്റെ വൈസ് അഡ്മിറലായി V ശ്രീനിവാസ് ചാർജ് എടുത്തു. അപ്പോ നമുക്ക് നോക്കാം. സദേൺ നേവൽ കമാൻഡർ ആയിട്ടുള്ള സദേൺ നേവൽ കമാൻഡിന്റെ കമാൻഡിംഗ് ചീഫായിട്ട് 13th ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫായിട്ട് വൈസ് അഡ്മിറൽ V ശ്രീനിവാസ് ചാർജ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് തൊട്ട് മുൻപുണ്ടായിരുന്ന വൈസ് അഡ്മിറൽ എന്ന് പറയുന്നത് വൈസ് അഡ്മിറൽ MA ഹംബി ഹോളിയാണ്. അദ്ദേഹത്തിന് സക്സീഡ് ചെയ്തുകൊണ്ടാണ് V ശ്രീനിവാസ് ഈ ഒരു പദവിയിലേക്ക് എത്തുന്നത്. V ശ്രീനിവാസിന് നൗസേന മെഡൽ കിട്ടിയിട്ടുണ്ട് 2009. അതുപോലെ അതിവിശിഷ്ട സേവാ മെഡൽ 2021 കിട്ടിയിട്ടുണ്ട്. അടുത്തതാണ് അരവിന്ദ് പനഘാരിയ ടു ഹെഡ് 16th ഫിനാൻസ് കമ്മീഷൻ. ഇപ്പൊ 16ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ ഹെഡ് ആരാണെന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അരവിന്ദ് പനഘാരിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്നു പനഘാരിയ. ഓക്കെ, അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നീതി ആയോഗിന്റെ ഫസ്റ്റ് വൈസ് ചെയർമാനും ആണ്. അദ്ദേഹം 16th ഫിനാൻസ് കമ്മീഷന്റെ ഹെഡ് ആയിട്ട് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിലൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമുണ്ട്. സാധാരണ രീതിയിൽ ഫിനാൻസ് കമ്മീഷന്റെ ഹെഡ് ആയിട്ട് വരുന്നത് RBIയിൽ നിന്നുള്ള
ആരെങ്കിലും, അതായത് പ്രീവിയസ് ആയിട്ടുള്ള RBI ഗവർണേഴ്സോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വളരെ പ്രഗത്ഭരായ ഏതെങ്കിലും വ്യക്തിത്വം ആയിരിക്കും. അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ മുൻ നീതി ആയോഗിന്റെ വൈസ് ചെയർമാനിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്ത് ഫിനാൻസ് കമ്മീഷന്റെ ഹെഡ് ആയിട്ട് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇത് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അടുത്തതാണ് സിഗാരറ്റസ് മെഗാ മാലിയൻസസ്. ഇത് കേട്ടാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു പുതിയ ബട്ടർഫ്ലൈ സ്പീഷീസിന്റെ പേരാണ്, ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ഗട്ട്സിൽ 33 വർഷങ്ങൾക്ക് ശേഷം ഡിസ്കവർ ചെയ്യപ്പെട്ട ഒരു പുതിയ സ്പീഷീസ് ആണ് ഈ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലെപ്പിഡോപ്റ്ററിസ്റ്റ് എന്നുള്ള ഒരു പേര് നമുക്ക് ഈ സ്ലൈഡിനകത്ത് കാണാൻ പറ്റും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ബട്ടർഫ്ലൈകളെ കുറിച്ച് പഠിക്കുന്ന, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, ഇൻസെക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ലെപ്പിഡോപ്റ്ററിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഇൻസെക്ട്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സംഘം സിഗാരറ്റസ് മെഗാ മാലിയൻസസ് എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈനെ വളരെ ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള പെരിയാർ ലാൻഡ്സ്കേപ്പിൽ നിന്ന് കണ്ടുപിടിച്ചു. 2021 അവർ അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി സ്റ്റാർട്ട് ചെയ്ത് 2023 ആണ്, 23-24 അപ്പോ ഈ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അതൊരു പുതിയ സ്പീഷീസ് ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞു. അപ്പൊ 33 വർഷങ്ങൾക്ക് ശേഷമാണ് വെസ്റ്റേൺ ഘട്ടിൽ ഇങ്ങനെ ഒരു പുതിയ ബട്ടർഫ്ലൈ സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. ഓക്കെ, അടുത്താണ് FIH ഹോക്കി വേൾഡ് കപ്പ്, അതായത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ഹോക്കി വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. സിമ്രാൻജിത് സിംഗും രജനി എത്തിമാർക്കുമാണ് മെന്നിന്റെയും വുമണിന്റെയും സൈഡിൽ നിന്ന് ഈ വേൾഡ് കപ്പ് ലീഡ് ചെയ്യാൻ പോകുന്നത്. മെന്നിന്റെ സൈഡിൽ നിന്ന് സിമ്രാൻജിത് സിംഗും വുമന്റെ സൈഡിൽ നിന്ന് രജനി എത്തിമാർക്കുമാണ് വേൾഡ് കപ്പ് ലീഡ് ചെയ്യുന്നത്. ഈ വേൾഡ് കപ്പ് നടക്കുന്നത് ഒമാനിലെ മസ്കറ്റിലാണ്. വുമൻസിന്റെ വേൾഡ് കപ്പ് ജനുവരി 24 മുതൽ 27 വരെയും മെൻസിന്റെ വേൾഡ് കപ്പ് ജനുവരി 28 മുതൽ ജനുവരി 31 വരെയുമാണ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹോക്കി ഫെഡറേഷനെ കുറിച്ച് നോക്കുമ്പോൾ അതിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഹെഡ് ക്വാർട്ടേഴ്സ്, പ്രസിഡന്റ്, കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കണം. അപ്പൊ ഫോർമേഷൻ എന്ന് പറയുന്നത് 1985 7th ജനുവരിയിലാണ് ഫോർമേഷൻ വന്നിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലാണ്, ലാവോസിന്റെ. പ്രസിഡന്റ് മിസ്റ്റർ തയാം ഇക്രാം ആണ്. അപ്പൊ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഹോക്കി ഫൗണ്ട് ചെയ്തത് 2009 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. പ്രസിഡന്റ് ദിലീപ് തിർക്കയാണ്. ഓക്കെ, അടുത്ത ഡിസേർട്ട് സൈക്ലോൺ 2024. കേൾക്കുമ്പോൾ ഒരു സൈക്ലോണിന്റെ പേരാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇതൊരു മിലിറ്ററി എക്സസൈസ് ആണ്. ഇന്ത്യയുടെയും UAEയുടെയും ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസിന്റെ പേരാണ് ഡിസേർട്ട് സൈക്ലോൺ 2024. അപ്പൊ ഡിസേർട്ട് സൈക്ലോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, ഡിസേർട്ട് റീജിയനിലായിരിക്കും നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഡിസേർട്ട് റീജിയൻ ഉള്ളത് രാജസ്ഥാനിലാണ്. അപ്പൊ രാജസ്ഥാനിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ജനുവരി 2 മുതൽ ജനുവരി 15 വരെ രാജസ്ഥാനിൽ ഡിസേർട്ട് സൈക്ലോൺ 2024 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ എന്തിനായിരിക്കും നമ്മൾ ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്? ഓക്കെ, അവർ തമ്മിലുള്ള ഒരു കോർപ്പറേഷൻ കുറച്ചും കൂടെ ഒന്ന് ബലമാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ അർബൺ ഓപ്പറേഷൻസിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് കൊണ്ടുവരാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഇന്ത്യയും UAEയും തമ്മിലുള്ള ഒരു ബോണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. വളരെ ഓൾഡ് ആയിട്ട് തന്നെ, വളരെ പണ്ട് മുതൽ തന്നെ ട്രേഡ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റിലീജിയസ് ആണെങ്കിലും എക്കണോമിക് ഇന്റർകോഴ്സ് ആണെങ്കിലും കൾച്ചറൽ ആണെങ്കിലും അവർ തമ്മിലുള്ള ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ പേപ്പറിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.